പാലക്കാടൻ തക്കാളി വറ്റിച്ചതാണ് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ഞാൻ 4 തക്കാളി വലുത് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉരുളൻകിഴങ്ങും കുറച്ച് പച്ച വഴുതനങ്ങയുമാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. വഴുതനങ്ങ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ 4 അമരക്കയും ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 ചെറിയുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വഴുതനങ്ങയുടെ കറ കളഞ്ഞ് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. തക്കാളി ഈ ഒരു ഷേപ്പിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അരച്ചെടുക്കുന്നത് അരമുറി നാളികേരവും 1 ടീസ്പൂൺ മുളക് പൊടിയും 3 ചെറിയുള്ളിയും ചേർത്ത് അമ്മിയിലാണ് അരച്ചെടുക്കുന്നത്. ഇത് അരച്ചെടുക്കുമ്പോൾ വല്ലാതെ അരയൊന്നും വേണ്ട. ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതിയാകും. നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സ്വാഭാവികമായ ടേസ്റ്റ് നഷ്ടപ്പെടും. അമരക്കയും വഴുതനങ്ങയും ഉള്ളിയും തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അടുപ്പത്താണ് ഇത് വെച്ചെടുക്കുന്നത്. ഒപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായ ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി നല്ലപോലെ വേവിച്ചെടുക്കാം. വെന്ത് ഉടയരുത്, നല്ലപോലെ വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ ഏകദേശം വെന്ത് തുടങ്ങുന്ന സമയത്ത് ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഒരു ശകലം മല്ലിയിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അധികം വെള്ളം പാടില്ല അതിന്. അതുകൊണ്ടാണ് ഇതിനെ വറ്റിച്ചതെന്ന് പറയുന്നത്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അത് ഇഷ്ടമുള്ളവർക്ക് ആവാം. ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്യൂ.